എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇത് നമ്മൾ അടിപൊളി ഒരു പുളിയില ചുട്ടതാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നല്ല ഉണക്കമീൻ വെച്ച് നമുക്ക് എങ്ങനെയാണ് പുളിയില ചുടുന്നതെന്നൊന്ന് നോക്കാം. നമ്മളിവിടെ അയലയാണ് എടുത്തിട്ടുള്ളത്. ഉണക്കയിലയാണ് എപ്പോഴും പുളിയില ചുടാനായിട്ട് ഏറ്റവും നല്ലത്. അതിനായിട്ട് ആവശ്യമുള്ള പുളിയിലയും നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല തളിരി പുളിയിലയാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. ഇത്രയും പുളിയിലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് നമുക്കിനി പുളിയില ചുട്ടെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നല്ല തേങ്ങയാണ്. ഒരു തേങ്ങ ചിരണ്ടിയത് നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഉണക്ക കാന്താരിയാണ് എടുക്കുന്നത്. പച്ചമുളക് ഏതായാലും കുഴപ്പമില്ല. എപ്പോഴും കാന്താരി വെച്ച് അരയ്ക്കുന്നതിനാണ് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നാറുള്ളത്. ഇനി ഇതെല്ലാം നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം തന്നെ മുളകിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളിയിലയും കൂടെ നമ്മളെടുത്ത് വെച്ചിരുന്ന തേങ്ങയും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം. തേങ്ങയും ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മീൻ ചേർക്കുന്നത് കൊണ്ട് മല്ലിപ്പൊടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ പുളിയിലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അടുത്തായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മീൻ ആദ്യം തന്നെ മുള്ളെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ഞുറുക്കിയെടുക്കണം. നമ്മൾ ഈ മീനിൽ ഉപ്പൊന്നും കളഞ്ഞിട്ടില്ല. നമ്മൾ അത് കഴുകി വൃത്തിയാക്കി പാകത്തിന് ഞുറുക്കിയെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മീനിൽ നല്ല ഉപ്പ് കാണും. ഇനി ഈ മീൻ പുളിയിലയുടെ കൂടെ മിക്സ് ചെയ്ത് ചുട്ടെടുക്കുന്ന സമയത്ത് വേറെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ചേർക്കാതെ തന്നെ മീനിൻ്റെ കൂടെ ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കണം. ഇനി മീൻ വെള്ളത്തിലൊക്കെ ഇട്ട് ഉപ്പ് കളഞ്ഞെടുത്തതാണെങ്കിൽ മാത്രം പുളിയില അരയ്ക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്ക് ഈ പുളിയില ചുട്ടെടുക്കാം. നമ്മളെന്തായാലും ഇതിൻ്റെ കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. പുളിയില ചുട്ടെടുക്കുന്ന സമയത്ത് മീനിൽ നിന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് പുളിയിലയിലേക്ക് പിടിച്ചോളും. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്താണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇത് ചുട്ടെടുത്താൽ മതി. നല്ല വാഴയിലയിലാണ് നമ്മളിത് ചുട്ടെടുക്കാനായിട്ട് പോകുന്നത്. വാഴയില അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ഒന്ന് കീറിയെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള വാഴയിലയുടെ മുകളിലേക്ക് നമുക്ക് ഈ പുളിയില ഒന്ന് പരത്തി കൊടുക്കാം. കനം കുറച്ചോ അല്ലാതെയൊക്കെ നമുക്കിത് പരത്തിയെടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുത്താൽ മാത്രം മതി. നല്ല ദോശക്കല്ല് വെച്ചാണ് നമ്മളിത് ചുട്ടെടുക്കാനായിട്ട് പോകുന്നത്. ദോശക്കല്ലിലേക്ക് ഒരു ഇലയും കൂടി എക്സ്ട്രാ വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പുളിയില പരത്തിയ ഇല കൂടാതെ ഒരു ഇലയും കൂടി എക്സ്ട്രാ വെച്ച് കൊടുത്തിട്ടാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെ ഒരു ഇലയും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇല പൊങ്ങിപ്പോകാതിരിക്കാനായിട്ട് ഒരു മൂടി വെച്ച് ഒന്ന് അടച്ച് വെച്ച് കൂടി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അത് വാഴയില ഉണങ്ങുന്ന സമയത്ത് പുറമേയുള്ള വാഴയില പൊങ്ങിപ്പോരും. അതുകൊണ്ടാണ് മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് പാകത്തിന് വെന്തിട്ടുണ്ടോയെന്നും കൂടി നമുക്ക് നോക്കണം. ഇനി ഇതിൻ്റെ വേവ് അറിയാനായിട്ട് നമ്മൾ വെച്ച് കൊടുത്ത വാഴയില നന്നായിട്ടൊന്ന് വാടി പൊള്ളിയിട്ടുണ്ടോയെന്ന് നോക്കിയാൽ മതി. ഈ ഒരു പരുവത്തിൽ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പുളിയിലയുടെ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്കിനി ഇത് മറിച്ചിടാം. ഇനി ഈ ഇലയെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം വീണ്ടും നല്ല 2 ഇല വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് മറിച്ചിടാനായിട്ട് പോകുന്നത്. ഇതുപോലെ മറുവശത്ത് ഇല വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു മൂട് പാത്രത്തിലേക്ക് നമ്മളിതൊന്ന് മാറ്റിയതിന് ശേഷമാണ് മറിച്ചിടാനായിട്ട് പോകുന്നത്. നല്ല 2 ഇല നമ്മൾ ദോശക്കല്ലിലേക്ക് വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിടാം. പുളിയില അങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വശം കൂടി നന്നായിട്ടൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പുളിയില റെഡിയാണ്. മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം.
നമ്മൾ വെച്ച് കൊടുത്ത ഇല നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുളിയിലയുടെ 2 സൈഡും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുളിയില റെഡി. വേറൊരു കറിയും വേണ്ട, ഇത് മാത്രം കൂട്ടി ചോറ് എത്ര വേണേലും കഴിച്ചു പോകും. ഇതുവരെ ഇത് കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മുടെ പുളിയില അങ്ങനെ റെഡി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇനി പുതിയൊരു വീഡിയോയായി അടുത്ത ദിവസം വരാം. താങ്ക്